ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ട്യൂബ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എല്ലാ പെറ്റ്സിനെയും കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ പിന്നെ എൻ്റെ ട്രീ ഹൗസും കാണിക്കുന്നുണ്ട്. എൻ്റെ ഏർമാടും കൊച്ചു ഏർമാടുമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഈ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഏർമാടം. ബാക്കിൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഏർമാടം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഏർമാടം. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു കൊച്ചു ഏർമാടമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഏർമാടത്തിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അപ്പോൾ കുറച്ച് കഴുങ്ങുകളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെറുതെ സെപ്പറേറ്റ് ആയിട്ട് വെറുതെ ഒന്ന് ബാലൻസിന് വേണ്ടി വെച്ചതാണ്. ഇതിൻ്റെ മുകളിൽ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. ചെറുങ്ങനെ ഷീറ്റ് മഴയത്ത് താണിട്ടുണ്ട്. അപ്പോൾ മുന്നിലുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത് വ്യൂ. ഇപ്പുറം രണ്ട് കഴുങ്ങുമ്മിൽ കുരുമുളകുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഡിസൈനിന് വേണ്ടി ഇതേ വെറുതെ മോഡലിനൂടെ ഒരു പക്ഷിക്കൂട് പോലെ വെറുതെ രസത്തിനൊന്ന് വെച്ചതാണ്. ഇറ്റ്സ് എ ഫൺ. പിന്നെ ഇപ്പുറം പനയോലയാണ് വെച്ചിട്ടുള്ളത്, നീന്തപ്പനയോല. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങിപ്പോയി. പക്ഷേ ഒന്നുമില്ലെങ്കിൽ നല്ല ഗുണമുണ്ട്, കാണാൻ രസമുണ്ട്. പിന്നെ ഇതിലൂടെയാണ് നമ്മൾ കയറുക. അപ്പോൾ അതൊക്കെ ഏർമാടത്തിൻ്റെ വീഡിയോയിൽ എടുത്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കെല്ലാം തിരിയും. കണ്ടില്ലേ, ഇപ്പുറത്തേക്കൊരു ബാൽക്കണി പോലെ ആക്കിയിട്ടുണ്ട്. ചെറിയ മീൻസ് നമുക്ക് കാല് വെച്ചിട്ട് ഇത് നിൽക്കാവുന്നതാണ്. കണ്ടില്ലേ, അപ്പം ഇപ്പുറം ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കാട് പോലത്തെ സ്ഥലത്താണ് ആക്കിയിട്ടുള്ളത്. ചെറിയ എൻ്റെ വീട് ഇതാ അങ്ങാണ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളാരെങ്കിലും ഏർമാടം ആക്കിയാൽ നിങ്ങൾ എല്ലാ ദിവസവും കയറുമ്പോൾ സൂക്ഷിക്കുക. പാമ്പ്, അങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ താഴെ കീഴുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കാണിച്ചു തന്നതാണ് എൻ്റെ ഏർമാടം. ഇനി നമുക്ക് നമ്മളുടെ ഓരോ പെറ്റ്സിനെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അതിലത്തേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കോഴിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ 3 കോഴികൾ മാത്രമേ ഉള്ളൂ. 3 നാടൻ കോഴികളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കോഴിയുടെ കൂട്. മരത്തടി വെച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിയ കൂടാണ്. ഇതിൻ്റെ മുകളിൽ മഴ പെയ്താൽ വെള്ളം നനയാതിരിക്കാൻ ഷീറ്റ് മുട്ടിട്ടുണ്ട്. അടിയിലും ഇതാ ഷീറ്റുണ്ട്. അപ്പോൾ നമുക്ക് കോഴിയെ കാണാം. ഇതേ തുറന്ന പാടും 2 കോഴിയെ കാണാൻ പറ്റും. ഇത് 2 പുതിയ വാങ്ങിയ കോഴികളാണ്. കുഞ്ഞുങ്ങളാണ്, അരക്കോഴിയായി. പിന്നെ മറ്റേത് വലിയ കോഴിയാണ്, അത് മുട്ടയിടുന്ന കോഴിയാണ്. 3 പിടക്കോഴികളാണ്. അപ്പോൾ ഇത്രയേ കോഴികളെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ ആടുകളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ആടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആടൊന്നും എൻ്റെ ആടല്ല, എൻ്റെ ഉമ്മാമൻ്റെ ആടാണ്. അപ്പോൾ ഇപ്പോൾ ഒട്ടാകെ 6 ആടുകളാണ് ഉള്ളത്, കുഞ്ഞുങ്ങളടക്കം. അപ്പോൾ നമുക്ക് ഓരോന്നിനെയായി പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഒന്നാമത്തെ ആട് എന്ന് പറയുന്നത്. ഇത് ഒരു അച്ചിയാടാണ്, ഒരു പെണ്ണാടാണ്. നല്ല അടിപൊളി ആടാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളാണുള്ളത്. മാഷാ അല്ലാഹ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ പോലത്തെ കളർ തന്നെയാണ് ഏകദേശം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 പേരിട്ടിട്ടുണ്ട്. നമ്മൾ വെറുതെ പേരെന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കട്ടെ. 2 ഏകദേശം ഒരേപോലെയാണ്. ഇത് കിട്ടു, ഈ കാണുന്ന ആട് കിട്ടു, ഇതിൻ്റെ പേര് കുട്ടു, അങ്ങനെയാണ് പേര്. ഇത് കിട്ടു, അത് കുട്ടു. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇതേ പാൽ കുടിക്കുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, ഇതിൻ്റെ മുഖത്ത് കുറച്ചേ കാപ്പിയുള്ളൂ, പക്ഷെ അതിൻ്റെ മുഖത്ത് നല്ലോണം കാപ്പി കളറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം 3 ആടുകളാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാണാം. അപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം ഒരാഴ്ച വരെ ആയിട്ടില്ല, ആകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ആടിനെ പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം പരിചയപ്പെടുത്തിയ ആടാണ് ഇത്. അപ്പോൾ അടുത്തത് ഇതാണ്. അപ്പോൾ ഇതും ഏകദേശം അതുപോലത്തെ കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളും 2 തന്നെയാണുള്ളത്. അപ്പോൾ ഇത് പെണ്ണാടാണ്, അച്ചിയാട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളും പാല് കുടിക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ കളറ് നല്ല കട്ടി കാപ്പി കളറാണ് വന്നിട്ടുള്ളത്. നല്ല പ്രാവിൻ്റെ മാർക്കിംഗ് ഒക്കെ പോലെ നല്ല കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. മറ്റേൻ്റെ കളറ് ഏകദേശം ഇതിൻ്റെ കളർ പോലത്തെ കളറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആട്ടുംകുട്ടിയൊക്കെ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് മിട്ടു എന്നാണ്.
പിന്നെ മറ്റേ ആട്ടിൻകുട്ടീൻ്റെ പേര് ടുട്ടു എന്നുമാണ്. അപ്പോൾ ഈ 2 അച്ചാടുകൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഈ ആടിൻ്റെ കുട്ടിയാണ് ഈ ആട്. ഈ ആട് ആദ്യമായിട്ട് പ്രസവിച്ചിട്ടുണ്ടായ കുട്ടിയാണ് ഈ ആട്. അപ്പോൾ ഇത് വണ്ണം വെച്ചു, ഇതും പ്രസവിച്ചു. മാഷാ അല്ലാഹ്. കണ്ടില്ലേ, ഇതിനും 2 കുട്ടികൾ, ഇനിയും 2. അപ്പോൾ ഇത്രയും ആടുകളാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇളക്കിയിട്ടാണുള്ളത് പാല് കുടിപ്പിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഉള്ളത് നമ്മളുടെ കുറച്ച് ഫിഷാണ്. ചെറിയൊരു ഫിഷ് ടാങ്ക്. ഇപ്പോൾ ഇതിലകത്ത് വെള്ളം കുറവാണ്. അപ്പോൾ ഇതിലകത്തുള്ളത് ഗപ്പികളാണ്. കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ ഗൈസ്, ഗപ്പികളുണ്ട്. മതിയാർക്ക് തിരിയുന്നില്ല. അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെടിയൊക്കെ കുഴിച്ചിട്ടിരുന്നു, അതൊക്കെ കോഴി നശിപ്പിച്ചലിഞ്ഞു. അപ്പോൾ ഈ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, അവസാനത്തെ പെറ്റാണ് നമ്മളുടെ പ്രാവ്. അപ്പോൾ പ്രാവിൻ്റെ കൂടും എല്ലാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വിട്ടിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പ്രാവുകൾ ഇപ്പോൾ ഈ 2 പ്രാവുകൾ മാത്രമേ ഉള്ളൂ. ഇത് 2 ആൺപ്രാവുകളാണ്. ഒന്ന് സിറാസിൻ്റെ ക്രോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി പ്രാവാണ്. അപ്പോൾ ഈ പ്രാവിനെ 2നെയും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവ് ഡബിൾ കണ്ണിയാണ്. ഒരു നല്ല ക്യാപ്പും ബൂട്ടൊക്കെയുള്ള ഡബിൾ കണ്ണി പ്രാവാണ്. അപ്പോൾ ഇത് നല്ലോണം ഈ 2 പ്രാവുകളും പറക്കാറുണ്ട്. അപ്പോൾ ഒന്നിത്. അപ്പോൾ ഈ 2 ആൺപ്രാവുകളാണ്. അപ്പോൾ ഇതിനെ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഈ കണ്ടില്ലേ, 2 പ്രാവുകളെയും വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കളറായത് അത് ഞാൻ ഫുഡിൽ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഒഴിച്ചിരുന്നു, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ. നേരം കുളിച്ചേരുമായതാണ്. അപ്പം ഇതാണ് പ്രാവുകളെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ പെറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.